ഹലോ ഗൈസ്, വെൽക്കം ടു അല്ലൂസ് കോർണർ. അപ്പം നമുക്ക് ഇന്നൊരു ടുഡേ ഈവനിങ് വ്ലോഗാണുള്ളത്. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പം കുടുംബക്ഷേത്രം വരുന്നത് കായംകുളം, അതായത് കൊല്ലം കായംകുളം ആണ്. അപ്പം നമ്മൾ പോകുന്ന വഴി അച്ചാച്ചൻ്റെ കാറിലാണ് പോകുന്നത്. അപ്പം കാറിൽ പോകുന്ന വഴിയിൽ അച്ചാച്ചൻ്റെ കാറിലിരുന്ന ഒരിതാണ് ദേഹം ചൊറിയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാനതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കളിച്ചു. അതിനുശേഷം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഓച്ചിറ അമ്പലം വരുന്നത്. അപ്പം നമ്മൾ അമ്പലത്തിലും കയറി കാർ പാർക്കിങ്ങിൽ നമ്മൾ കാറിട്ടു. അതിനുശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞാൻ, അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, അമ്മമ്മ. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു ആൾരൂപമൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2 ആൾരൂപം വാങ്ങിച്ച് വെച്ചു. അതിനുശേഷം അമ്പലം മൊത്തവും ചുറ്റി കറങ്ങി. നിങ്ങൾക്കും അറിയാമല്ലോ ഓച്ചിറ അമ്പലത്തെക്കുറിച്ചിട്ട്. അതിനുശേഷം എനിക്ക് കാളയെ തൊടണമെന്ന് കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ പൈസ എടുത്തിട്ട് വന്നു, പൈസ കൊടുത്തു. അതിനുശേഷം കാളയെ തൊട്ട്. ആദ്യം തൊടുന്ന സമയത്ത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്കതിനെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാനായിട്ട് തോന്നി. അവസാനം അങ്കിൾ പറഞ്ഞു, പോ മോളെ, ഇനി തൊടാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞാൻ പയ്യെ അമ്മാമ്മേനെ ഒന്ന് സോപ്പിട്ട്, കാരണം വേറൊന്നുമല്ല, അവിടെ കുറച്ച് കളിപ്പാട്ടക്കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കളിപ്പാട്ടം വാങ്ങണം. അതിനിടയിൽ ഞാൻ അവിടെ ഒരു പുണ്യ പൂങ്കാവനം എന്ന് പറഞ്ഞത് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാൻ അച്ഛനെ സോപ്പിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി. അതിനുശേഷം അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഒരു കുരങ്ങനെ കണ്ടത്. പിന്നെയും വീണ്ടും ഞങ്ങൾ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി നടന്നു. അവിടെ ഒരു കുളം കണ്ടു, നിറയെ ആമ്പലായിരുന്നു, പക്ഷേ അതൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും കാറിൽ കയറി നമ്മൾ പോകുമായിരുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പിന്നെ എന്താണ്, ട്രാഫിക്കൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ നമ്മളൊരു കടയിൽ കയറി കപ്പലണ്ടി മിഠായി വാങ്ങി. അപ്പം ഞാനത് കപ്പലണ്ടി മിഠായി ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് കഴിച്ചു. അതിനുശേഷം നമ്മൾ അതായത് അമ്മയുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലെത്തി. അപ്പോൾ ഇതൊരു കുഞ്ഞമ്പലമാണ്, മാസത്തിലൊരിക്കലാണ് തുറക്കുന്നത്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും തുറക്കും. അപ്പം നമ്മളിങ്ങനെ അമ്പലത്തിൽ ചെന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനിടയിലാണ് നമ്മളിങ്ങനെ കണ്ട് കുറേ ജമന്തികൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താണൊരു പിച്ചാനുള്ളൊരു തൊര വന്നു. പക്ഷേ അടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പിച്ചിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്തൊരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത് ഞാൻ വന്നു. അതിനുശേഷം ഞാൻ പിന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് കുരുത്തക്കേടൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അച്ചാച്ചൻ്റെ ഒരു ബന്ധു വീട്ടിൽ കയറി. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചു. പൊറോട്ട ഉണ്ടായിരുന്നു, കുബൂസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ച്